അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റിയാദുസ് സാലിഹീൻ ക്ലാസ് 55. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. 55ാമത്തെ ക്ലാസ് ആണ്. അടുത്ത ഹദീസ് അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. ഖാല ഖാമ ഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമൗഇദത്തിൻ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ പ്രസംഗിക്കവേ തങ്ങൾ പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്നക്കും മഹ്ശൂറൂന ഇലല്ലാഹി തആല ഹുഫാത്തൻ ഉറാത്തൻ ഗുർല. ഇന്നക്കും അയ്യുഹന്നാസ് ജനങ്ങളെ, ഇന്നക്കും മഹ്ശൂറൂന ഇലല്ലാഹി അല്ലാഹുവിന്റെ സന്നിധിയിൽ നിങ്ങളെ ഹാജരാക്കുക, ഹുഫാത്തൻ ഉറാത്തൻ ഗുർല വസ്ത്രമില്ലാത്തവരായും പാദരക്ഷയില്ലാത്തവരായും ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരുമായിട്ടാണ് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ ഹാജരാക്കുക. കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു വഅദൻ അലൈനാ ഇന്നാ കുന്നാ ഫായിലീൻ. സൂറത്തുൽ അംബിയായിലെ ഒരു ആയത്താണ്. നാം അവനെ സൃഷ്ടിച്ച പ്രകാരം, നമ്മൾ അവനെ സൃഷ്ടിച്ച പ്രകാരം, ആദ്യം എങ്ങനെയാണോ സൃഷ്ടിച്ചത് അതാ നാം അവനെ സൃഷ്ടിച്ചതുപോലെ തന്നെ എന്താക്കുന്നതാണ്, മടക്കുന്നതാണ്. സൃഷ്ടിച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെ മടക്കും. വഅദൻ അലൈന, ഇത് നമ്മുടെ ഒരു വാഗ്ദത്തമാകുന്നു. ഇന്നാ കുന്നാ ഫായിലീൻ, അത് നാം നിറവേറ്റുക തന്നെ ചെയ്യും. എങ്ങനെയാണോ സൃഷ്ടിച്ചത് അതേ പ്രകാരം തന്നെ അവനെ മടക്കുന്നതാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അലാ വ ഇന്ന അവ്വലൽ ഖലായികി യുക്സാ യൗമൽ ഖിയാമത്തി ഇബ്രാഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം. അലാ അറിയുക, വ ഇന്ന അവ്വലൽ ഖലായികി യുക്സാ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ആദ്യമായി അന്ത്യദിനത്തിലെ സൃഷ്ടികളിൽ വെച്ച് ആദ്യം വസ്ത്രം ധരിപ്പിക്കുക ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയാണ്. ആദ്യമായിട്ട് ഖിയാമത്ത് നാളിൽ വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയാണ്. അലാ അറിയണം, വഇന്നഹു സയുജാഉ ബിരിജാലിൻ മിൻ ഉമ്മത്തി ഫയൂഖദു ബിഹിം ദാത്തശ്ശിമാൽ. ഇവിടെ ദാത്തശ്ശിമാൽ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ഭാഗം എന്നാണ് ഉദ്ദേശം. അലാ അറിയണം, വഇന്നഹു സയുജാഉ ബിരിജാലിൻ മിൻ ഉമ്മത്തി ഫയൂഖദു ബിഹിം ദാത്തശ്ശിമാൽ, എന്റെ സമുദായത്തിലെ കുറച്ച് ആളുകളെ നരകത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകും. ഫഅഖൂലു, അപ്പൊ ഞാൻ പറയും, അത് കാണുന്ന സമയത്ത് ഞാൻ പറയും, യാ റബ്ബി, എന്റെ റബ്ബേ, അസ്ഹാബി, അവർ എന്റെ അനുയായികളാണല്ലോ. ഫയുഖാലു, അപ്പോൾ എന്നോട് പറയപ്പെടും, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, ഇന്നക തീർച്ചയായിട്ടും നിങ്ങൾക്കറിയില്ലല്ലോ എന്ത്, മാ അഹ്ദസു ബഅദക, താങ്കളുടെ കാലശേഷം അവർ എന്തൊക്കെയാണ് പുതുതാക്കി ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. ഫഅഖൂലു കമാ അഖൂലുൽ അബ്ദു സ്വാലിഹു. ഫഅഖൂലു, അപ്പൊ ഞാൻ പറയും, അപ്പൊ നബി തങ്ങളോട് പറയപ്പെടുകയാ. അപ്പൊ ഫഅഖൂലു, ഞാൻ പറയും, കമാ ഖാലൽ അബ്ദു സ്വാലിഹു, ആ നല്ല അടിമ ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ അപ്പൊ ഞാനും പറയും. വകുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം ഇലാ ഖൗലിഹിൽ അസീസുൽ ഹകീം. അസീസുൽ ഹകീം വരെ, അതായത് വകുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാം പറയുകയാ, ഞാൻ അവർക്കിടയിൽ ആയിരുന്നപ്പോൾ അവരെ ഞാൻ നിരീക്ഷിച്ചിരുന്നു. വകുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, ഞാൻ അവരിൽ ആയപ്പോൾ അവരെ ഞാൻ എന്താക്കിയിരുന്നു, നിരീക്ഷിച്ചിരുന്നു. ഫയുഖാലു ലീ, അപ്പൊ അവരുടെ ഇടയിലായപ്പോ നിരീക്ഷിച്ചിരുന്നു, അത് ഞാനും പറഞ്ഞു. ഫയുഖാലു ലീ, അപ്പോൾ എന്നോട് പറയപ്പെടും, എന്താ, ഇന്നഹും ലം യസാലു മുർത്തദ്ദീന അലാ അഅഖാബിഹിം മുൻദു ഫാറഖതഹും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫയുഖാലു ലീ, അപ്പോൾ എന്നോട് പറയപ്പെടും, താങ്കൾ അവരെ പിരിഞ്ഞ ശേഷം അവർ തങ്ങളുടെ പഴയ നിലപാടിലേക്ക് തന്നെ മടങ്ങിപ്പോയിരിക്കുന്നു. ഇന്നഹും ലം യസാലു മുർത്തദ്ദീന അലാ അഅഖാബിഹിം മുൻദു ഫാറഖതഹും, നിങ്ങൾ അവരെ വിട്ടുപിരിഞ്ഞത് മുതൽ അവർ പഴയ റൂട്ടിലേക്ക് തന്നെ, അവരുടെ പഴയ മാർഗത്തിലേക്ക് തന്നെ അവർ പോയി. മുത്തഫഖുൻ അലൈഹി. മഹ്ശറയിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന രൂപമാണ് ഈ ഹദീസിലൂടെ നബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്.
ഗുർലൻ എന്ന് പറഞ്ഞാൽ ഗൈറ മഖ്തൂനീന, മാർക്കം ചെയ്യപ്പെടാത്തവരായിട്ട്. ഇനി അടുത്ത ഹദീസ് അൻ അബീ സഈദ് അബ്ദുല്ലാഹി ഇബ്നുൽ മുഗഫൽ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു, നബി തങ്ങൾ വിരോധിച്ചു. എന്ത്? അനിൽ ഹദ്ഫി, ഹദ്ഫിനെ തൊട്ട്, അതായത് വിരൽ തുമ്പിൽ കല്ല് വെച്ചിട്ട് തെറിപ്പിക്കുക, വിരലിന്റെ തുമ്പിൽ കല്ല് വെച്ച് തെറിപ്പിക്കുന്ന ഒരു പരിപാടി, അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹു ലാ യഖ്തുലു സൈദ വലാ യൻകഉൽ അദുവ, ഇന്നഹു തീർച്ചയായിട്ടും ഇത്, അതായത് വിരൽ തുമ്പിൽ കല്ല് വെച്ച് ചൊട്ടുക എന്ന് പറഞ്ഞ പ്രവൃത്തി, ലാ യഖ്തുലു സൈദ, അത് വേട്ടമൃഗത്തെ കൊല്ലാൻ പറ്റൂല അതിനെ കൊണ്ട്. വലാ യൻകഉൽ അദുവ, അതേ പ്രകാരം തന്നെ ശത്രുവിനെ പരിക്കേൽപ്പിക്കാനും അത് ഉപകരിക്കുകയില്ല. പിന്നെയോ വഇന്നഹു യഖ്ഫഉൽ ഐന, അത് കണ്ണ് പൊട്ടാൻ കാരണമാകും. വയക്സിറു സിന്ന, പല്ല് പൊട്ടാനും കാരണമാകും. അതിങ്ങനെ ഒരാൾ വെച്ച് ചൊട്ടുന്ന സമയത്ത് അത് ഒരു തന്നെ കണ്ണ് കൊണ്ടാ കണ്ണ് പൊട്ടും, അതേ പ്രകാരം പല്ലുമ കൊണ്ടാ പല്ല് പൊട്ടും. എന്നല്ലാതെ ഒരു മൃഗത്തിനെ വേട്ടയാടാനൊന്നും അതിനെ കൊണ്ട് പറ്റൂല. അപ്പൊ ഒരു പ്രയാസം ഉണ്ടാകുന്ന കാര്യമാണ്, അത് പാടില്ല. ഇങ്ങനെ നബി തങ്ങൾ പറയാനൊരു കാരണമാണ്. വഫീ റിവായത്തിൻ, വേറൊരു റിവായത്തിൽ റിപ്പോർട്ടിലുണ്ട്, അന്ന ഖരീബൻ ലിബ്നി മുഗഫലിൻ ഹദഫ, ബഹുമാനപ്പെട്ട ഇബ്നു മുഗഫൽ എന്നവരാണല്ലോ ഇത് റിപ്പോർട്ട് ചെയ്തത്. ഒരടുത്ത ബന്ധു കല്ലെറിഞ്ഞ സമയത്ത്, ഒരടുത്ത ബന്ധു ഉണ്ടല്ലോ, അദ്ദേഹം കല്ലെറിഞ്ഞ സമയത്ത്, വേറെ റിവായത്തിലുള്ള സംഭവമാണ് പറയുന്നത്, നബി തങ്ങൾ ഇങ്ങനെ വിരോധിച്ചിട്ടുണ്ട്. അപ്പൊ മറ്റൊരു റിവായത്തിലുള്ള ഒരു സംഭവം, അന്ന ഖരീബൻ ലിബ്നിൽ മുഗഫലി ഹദഫ, ബഹുമാനപ്പെട്ട ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത ബന്ധു, ഒരു കുടുംബക്കാരന് ഇങ്ങനെ എന്താക്കി, കല്ലെടുത്ത് എറിഞ്ഞു. ആ സമയത്ത് ഫനഹാഹു, ബഹുമാനപ്പെട്ട ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു നേരത്തെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളാണ്, മൂപ്പർ അതിനെ വിരോധിച്ചു. എന്നിട്ട് വഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അനിൽ ഹദ്ഫി, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ ഹദ്ഫിനെ തൊട്ട് എന്താക്കിയിട്ടുണ്ട്, വിരോധിച്ചിട്ടുണ്ട്. ഇത് നബി തങ്ങൾ വിരോധിച്ച ഒരു പരിപാടിയാണ്. വഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നഹാ ലാ തസീദു സൈദൻ, അതെന്താക്കൂല, ഒരു വേട്ടമൃഗത്തെ വേട്ടയാടാൻ അത് ഉപകരിക്കുകയില്ല, അതുകൊണ്ട് കഴിയൂല എന്ന് നബി തങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. സുമ്മ ആദ, പിന്നെയും അയാൾ എന്താക്കി, ആ പണി തന്നെ ചെയ്ത്, ആ വ്യക്തി ആ പണി തന്നെ വീണ്ടും ചെയ്തു. ആ സമയത്ത് ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഉഹദ്ദിസുക അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, അതാണ് എന്നോട് പറഞ്ഞത്. സുമ്മ തഹദിഫു ലാ ഉകല്ലിമുക അബദ, ഇനിയും ഇനി ആവർത്തിക്കുകയാണെങ്കിൽ, വീണ്ടും അയാൾ ആവർത്തിച്ച സമയത്ത് അദ്ദേഹത്തിനോട് ഇദ്ദേഹം പറയാ, ഇബ്നുൽ മുഗഫൽ എന്നവർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരോധിച്ച കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടും നീ അത് ആവർത്തിക്കുകയാണല്ലോ, അതിനാൽ ലാ ഉകല്ലിമുക അബദ, അതിനാൽ ഇനി ഒരിക്കൽ ഞാൻ നിന്നോട് സംസാരിക്കൂല. അപ്പൊ നബി തങ്ങൾ വിരോധിച്ച ഒരു കാര്യം, അത് വിരോധിച്ചിട്ടുണ്ട്, അതിന്റെ കാരണവും നിന്നോട് ഞാൻ പറഞ്ഞു, എന്നിട്ടും ഇനി അത് ആവർത്തിക്കുകയാണെങ്കിൽ നിന്നോട് ഞാൻ ഒരു കാലത്തും സംസാരിക്കുകയില്ല. ബഹുമാനപ്പെട്ട ഇബ്നുൽ മുഗഫൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പൊ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്, ചെറിയ കല്ലോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് വിരലിന്റെ തൊമ്പിൽ വെച്ച് ചുട്ടുന്ന പരിപാടിയാണ്. ചിലപ്പോൾ മറ്റുള്ളവന്റെ കണ്ണിലേക്കും പല്ലിലേക്കും ഒക്കെ കൊണ്ട് അതിന്റെ ഉപയോഗം നഷ്ടപ്പെട്ടു പോകാനൊരു സാധ്യതയുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. വൻ ആബിസ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ആബിസ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, റഅയ്തു ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കേട്ടു. റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കേട്ടു. ബഹുമാനപ്പെട്ടവര് പറഞ്ഞൊരു വിഷയം, യുഖബ്ബിലുൽ ഹജറ, യുഖബ്ബിലു, ഞാൻ എന്താക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ടവര് ഹജറുൽ അസ്വദിനെ ചുംബിച്ചു. ഈ അയിനിൽ അസ്വദ്, ഹജർ എന്ന് പറഞ്ഞാൽ ഹജറുൽ അസ്വദിനെയാ ചുംബിച്ചത്. ഈ സംഭവം പറയുകയാ, റഅയ്തു, ഞാൻ കണ്ടു, എന്ത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യുഖബ്ബിലുൽ ഹജറ,
യാനി അൽ അസ്വദ്, ഹജറുൽ അസ്വദിനെ ചുംബിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവം ഞാൻ കേട്ടു. എന്താ പറഞ്ഞത്? ഇന്നി അഅലമു അന്നക ഹജറുൻ മാ തൻഫഉ വലാ തദുറു. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദ് ചുംബിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവര് പറയുകയാ. എന്താ പറഞ്ഞത്? ഇന്നി റഅയ്തു അല്ല ഇന്നി അഅലമു അന്നക ഹജറുൻ മാ തൻഫഉ വലാ തദുറു. ഇന്നി തീർച്ചയായിട്ടും ഞാൻ അറിയും അന്നക ഹജറുൻ, നീ ഒരു കല്ലാണ്, മാ തൻഫഉ വലാ തദുറു, നിനക്ക് സ്വന്തമായ ഒരു ഉപകാരമോ അല്ല ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത ഒരു കല്ല് മാത്രമാണ് നീ എന്ന് എനിക്കറിയാം. എന്നിട്ട് പറയാ വലൗലാ അന്നി റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മാ ഖബ്ബൽതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നെ ചുംബിക്കുന്നത് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ചുംബിക്കില്ലായിരുന്നു. അപ്പൊ നബിതങ്ങൾ ചുംബിക്കുന്നത് കണ്ടത് കൊണ്ടാണ് ഞാൻ നിന്നെ ചുംബിക്കുന്നത്, അല്ലാതെ നബിതങ്ങൾ ചുംബിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ചുംബിക്കൂലായിരുന്നു. അപ്പൊ ഹജറുൽ അസ്വദിന്റെ ചുംബനത്തിനെ കുറിച്ച്, ഹജറുൽ അസ്വദ് ചുംബിക്കുന്നതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായ സംഭവം, അത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്താക്കിയിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ നബിതങ്ങൾ ചുംബിച്ചതിൽ നിന്നും ചുംബിക്കുന്നതിന് മഹത്വമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നബിതങ്ങൾ അതെന്താക്കിയിട്ടുണ്ട്, ചുംബിച്ചിട്ടുണ്ട്. ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ വന്ന ഹദീസാണല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി വിശ്വാസത്തോടു കൂടിയാണ് എന്താക്കിയത്, ആ കല്ലിനെ ചുംബിച്ചത്. ആ കല്ലിനെ ചുംബിച്ചവർക്ക് നാളെ ആഖിറത്തിൽ മഹ്ശറയിൽ ആ കല്ല് സാക്ഷി പറയുമെന്നും എന്താക്കിയിട്ടുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി നമുക്ക് പിന്നീട് പറയാം. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.